യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പല്ലവി, ജാനകി, നമ്മളിപ്പോ എന്താണോ പറഞ്ഞത് അതിനെതിരെ തന്നെ നടന്നു. അപ്പോ ഭാവന ഇതുവരെ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നല്ലേ? അവള് പഠിച്ച കള്ളിയാന്ന് പോപ്പേട്ടാ. ഈശ്വര, ഞാനിത് എങ്ങനെ സഹിക്കൂ? സമാധാനപ്പെടുക ജാനകി. ഇന്ന് തന്നെ എന്താ വേണ്ടെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഭാവനയെ സൂര്യ ഒന്നാവുന്നത് എനിക്കൊന്ന് കാണണം. മോളെ, കുറച്ച് പൂവെടുക്കട്ടെ? വേണ്ടേച്ചി. അയ്യോ, അങ്ങനെ പറയല്ലേ മോളെ. കുറച്ച് വാങ്ങു മോളെ. ഇന്ന് കച്ചവടം ഒന്നും നടന്നില്ല. എടുക്കും മോളെ. എന്താ ചേച്ചി? ഈ മോക്ക് പൂ വേണമെന്ന് ചോദിക്കായിരുന്നു. അതിപ്പോ ചോദിക്കാൻ എന്തിരിക്കുന്നു? കുറച്ച് പൂവെടുത്താൻ കൊടുക്കണം. എന്റെ കയ്യിൽ നിന്ന് പൂ വാങ്ങിയ നല്ല ഐശ്വര്യം എന്നാ എല്ലാരും പറയുന്നേ. ആണോ? എന്താ ഐശ്വര്യം? ഓരോരുത്തർക്കും ഓരോ ഐശ്വര്യം പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കോ, നിങ്ങൾ രണ്ടാളും എന്നും സന്തോഷത്തോടെ മാതൃകാ ദമ്പതികളായി ജീവിക്കും. ഇത് ബിസിനസിന് വേണ്ടി പറയുന്നല്ലോ. അയ്യോ അല്ല മോനെ, ഞാൻ അത്യാവശ്യം മുഖലക്ഷണവും പറയും. എന്നാ പിന്നെ ഞങ്ങളുടെ മുഖലക്ഷണം ഒന്ന് പറയാമോ? ചേച്ചി പോയിക്കോ, ഇവനിങ്ങനെയാ. അയ്യോ മോളെ, ഭർത്താവിനെ അങ്ങനെയൊന്നും വിളിക്കരുത്, പാപം കിട്ടും. അത് സ്നേഹം കൊണ്ട് വിളിക്കുന്ന ചേച്ചി. ചേച്ചി മുഖലക്ഷണം പറ, കേൾക്കട്ടെ. പറയട്ടെ? പറഞ്ഞോ. അധികം വൈകാതെ നിങ്ങൾക്ക് മിടുക്കിയായ ഒരു മോളുണ്ടാവും. സുന്ദരിയായ മോള്. എന്തിനാ മോനെ ചിരിക്കുന്നേ? ഞാൻ പറഞ്ഞത് സത്യമാ. അതേ, ഞങ്ങളുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അതിന് ഇനി 4 വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും. കല്യാണത്തിന് ഗ്രീൻ സിഗ്നൽ കിട്ടിയതേ ഇപ്പോഴാ. എന്നാലും ചേച്ചിയുടെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കും. ചിലപ്പോ വല്ല മിറാക്കിൾ സംഭവിച്ചാലോ. സൂര്യ, ഞാൻ ചേച്ചിയോട് പറഞ്ഞതാ. ഇന്ന് ബാക്കി മോനെ. ബാക്കി ചേച്ചി വെച്ചോ. മുഖലക്ഷണം പറഞ്ഞല്ലേ. എന്ന് പോട്ടെ മോനെ, പോട്ടെ. ഓ, കേറ്. പൂവ് ഞാൻ വെച്ചേരട്ടെ? വേണ്ട, എനിക്ക് വെക്കാൻ അറിയാം. എന്നാ ശരി, വെച്ചോ. ഏട്ടനോ? എന്താ ഏട്ടാ വിശേഷിച്ച്? വാ, ഇരിക്കെ. വേണ്ട,
എന്റെ മോളുടെ ഭാവിയുടെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം ഉണ്ടാവണം. അല്ലാതെ ഇവിടെ ഇങ്ങനെ നിർത്താൻ പറ്റില്ല. ദേ, നിന്നെ വിശ്വസിച്ച ഞാൻ എന്റെ മോളെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഏട്ടനൊന്ന് സമാധാനപ്പെട്. ഇവിടെ ഇപ്പൊ തീരുമാനങ്ങൾ ഏതാണ്ട് നമ്മുടെ വഴിക്കാ വന്നുകൊണ്ടിരിക്കുന്നേ. മനസ്സിലായില്ല? ഭാമ ഇവിടുന്ന് ഞാൻ കെട്ടുകെട്ടിച്ച വിവരം ഏട്ടനോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ. ദേ, ഇനി അവളെ ഈ കോമ്പൗണ്ടിലേക്ക് ഞാൻ കടത്തില്ല. ഇതിനു മുമ്പും അവൾ സ്വന്തം വീട്ടിലേക്ക് പോയിട്ടുള്ളതല്ലേ? അപ്പോഴും നീ ഇതൊക്കെ തന്നെയാ പറഞ്ഞിരുന്നത്. എന്റെ മോൾക്ക് പ്രായം കൂടുക അല്ലാതെ കുറയൊന്നുമല്ല. അന്ന് മണ്ഡപത്തിൽ വെച്ച് ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞ് അഭിമോന്റെ കല്യാണം മുടക്കാൻ ശ്രമിച്ചത് നമ്മുടെ കുടുംബക്കാർക്കിടയിലെല്ലാം പാട്ടാ. അതുകൊണ്ട് ഏതൊരു കല്യാണാലോചന വന്നാലും ഈ കാര്യമാവും അവരാദ്യം ചോദിക്കുന്നത്. അതും എന്റെ ഈ മോള് ഇവളുടെ നാവുകൊണ്ടാ അങ്ങനെ ഒരു കാര്യം ആദ്യം വിളിച്ചു പറഞ്ഞത്. ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏട്ടാ. അത് നിനക്ക്, പക്ഷേ എനിക്കങ്ങനെയല്ല. ഇനി അഥവാ എന്റെ മോൾക്ക് പണം കണ്ടൊരു ബന്ധം വന്നാലും നാളെ അവൻ എന്റെ മോളെ കണ്ണീര് കുടിപ്പിക്കില്ലെന്ന് ആര് കണ്ടു? അതുകൊണ്ട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും അഭിമോൻ തന്നെയായിരിക്കണം എന്റെ മോളെ കെട്ടേണ്ടത്. ഏട്ടൻ ധൈര്യമായിട്ടിരിക്കേ. ദേ, ആ ഭരത്ത് വന്ന് എന്റെ കുടുംബത്തിനകത്ത് വരെ എത്തി. അതിനുള്ള മറുപടിയും ഞാൻ കൈയോടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പൊ അഭി കൂടെ വന്നോട്ടെ, ബാക്കി ഞാൻ അപ്പ കാണിച്ചു കൊടുക്കാം. അത് ഇങ്ങനെ പറഞ്ഞാ പോരാ. അഭിയെ കൊണ്ട് ഡിവേഴ്സിനുള്ള പേപ്പറിൽ ഒപ്പിടിയിക്കണം. അത് നീ വിചാരിച്ചാൽ നടക്കും. ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. കാത്തിരുന്നു, അഭിയേട്ട ഇപ്പൊ തന്നെ ഒപ്പിട്ട് തരും. എന്തായാലും ഇത്രയൊക്കെ കാത്തിരുന്നില്ല ഏട്ടാ. കുറച്ചുകൂടി എനിക്ക് സമയം താ. ഇനി നമ്മൾ ഇറങ്ങുന്നതേ കാര്യമായിട്ടായിരിക്കണം. ഭാവനയുടെ ഒന്നും ഒരടവും നടക്കരുത്. അതിനു വേണ്ട എല്ലാ മുൻകരുതലുകളും നമ്മൾ എടുക്കണം. അതാ ഞാൻ പറഞ്ഞത്. ആദ്യം അവരുടെ ഡിവോഴ്സ് നടക്കണം. അതിന് തടസ്സം നിന്നാൽ പിന്നെ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. വെറുതെ ഒരു പാവം ചുമക്കണത് കരുതിയിട്ടാ. ആന്റി, പബ്ലിക്കിന് മുന്നിൽ അഭിയേട്ടനെ ഭർത്താവായി കിട്ടാൻ വേണ്ടിയാ ഞാൻ മാനം കെട്ടവളായി അഭിനയിച്ചത്. അതുകൊണ്ട് തന്നെ അഭിയേട്ടനോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. ദേ, എപ്പോഴത്തെയും പോലെ എടുത്തു ചാടിയല്ല ഇവിടെ നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. അറിയാലോ, അഭിയും ഭാമയും ഇപ്പോഴും നല്ല സൗഹൃദത്തിൽ തന്നെയാ. അത് വേണം നമ്മൾ ആദ്യം ഇല്ലാതാക്കാൻ. അമ്പ ഈ പറഞ്ഞതാ ശരിയായ റൂട്ട്. എങ്കിലേ ഡിവോഴ്സിനുള്ള റൂട്ട് ക്ലിയർ ആവൂ. ഏട്ടൻ ധൈര്യമായിട്ടിരിക്കേ. ഞാൻ ഇനി ബുദ്ധിപൂർവ്വം തന്നെ നീങ്ങിക്കോളാം. അത് മതി. എന്താവശ്യം വന്നാലും എന്നെ അറിയിക്കാൻ മടിക്കണ്ട. പറട്ടെ, പോട്ടെ പോണേ. പാവം ഭാവനേച്ചി എത്ര കഷ്ടപ്പെട്ടിട്ടാ എന്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കിയത്. എന്നിട്ടും ഇപ്പൊ കണ്ടില്ലേ, സ്വന്തം വീട്ടിലേക്ക് തന്നെ വരേണ്ടി വന്നു. ഇങ്ങനെയാണെങ്കിൽ ഒരിക്കലും അബിയുടെ അമ്മ എന്നെ ആ വീട്ടിലെ സന്തോഷത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഓരോ ദിവസവും എന്തെങ്കിലും കാരണങ്ങൾ കണ്ടെത്തി എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഒന്നും ഇവിടെ ഉള്ളവരെ അറിയിക്കാതിരുന്നിട്ടും ആ അമ്മ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. അബിയെ വിളിച്ചെല്ലാം പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, ബിസിനസ് കാര്യത്തിന് പോയതല്ലേ, എന്തിനാ വെറുതെ മനസ്സിന് ടെൻഷൻ എടുപ്പിക്കുന്ന? അല്ലെങ്കിൽ തന്നെ അബിയോടൊന്നും പറയാൻ പോലും പറ്റില്ല. ആ നിമിഷം അമ്മയെ വിളിച്ച് ദേഷ്യപ്പെടും. മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടുന്ന ഓരോ പെൺകുട്ടികൾക്കും എന്റെ ജീവിതം ഒരു പാടാ. പക്ഷെ എനിക്കിതാരോടും പറയാനും പറ്റില്ലല്ലോ. അരുന്ധതി, അഭിയുടെ ഭാവേച്ച് വിളിച്ചോ? ഇല്ല. എന്തിനാ ആ പാവത്തിനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നേ? പോയ കാര്യം നല്ല രീതിയിൽ നടത്തിയിട്ട് വരട്ടെ.
അമ്മ ഒരിക്കലും തിരുത്താൻ പറ്റില്ല ചേച്ചി. അത്രമാത്രം വിഷമാ ആ ശ്രീപ്രിയ അമ്മയുടെ മനസ്സിൽ കുത്തിവെക്കുന്നേ. അതിനൊപ്പം അങ്കിളും. ഇപ്പൊ ആ മഹാൻ ഇവിടെ വന്നിട്ടുണ്ട് പുന്നാര പെങ്ങളെ കാണാൻ.